9 വയസ്സുള്ള കുഞ്ഞിനെ വിവാഹപ്രായം അല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കാം എന്നൊരു നിയമം കൊണ്ടുവന്ന ഇയാൾ മരിക്കുമ്പോൾ ആദരാഞ്ജലി അർപ്പിക്കാൻ മാത്രം തരം താഴ്ന്നിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. സ്ത്രീകൾ എന്ന് പറയുന്നത് കഴുതകളെ പോലെ അല്ലെങ്കിൽ ഒട്ടകങ്ങളെ പോലെ, ആടിനെ പോലെ, പശുവിനെ പോലെ ആണിന് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു തന്നിരിക്കുന്ന ഒരു അനിമലാണ്, ഒരു മൃഗമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇയാൾ മരിക്കുമ്പോൾ എന്ത് ആദരാഞ്ജലി അർപ്പിക്കണമെന്നാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വരെ ജീവിതം കെട്ടിപ്പടുക്കാൻ എല്ലാ വ്യക്തികളും കെട്ടിപ്പോയിരുന്നത് പേർഷ്യയിലായിരുന്നു. സമൃദ്ധിയുടെ നാടായിരുന്ന ആ പേർഷ്യയാണ് ഇസ്ലാമിക അധിനിവേശത്തിന് ശേഷം ഇന്ന് കാണുന്ന കറുപ്പ് മൂടിയ ഇറാനായി മാറിയത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിനാണോ? നാളെ നിങ്ങളെ ഭരിക്കേണ്ടത് ഈ പറയുന്ന പോലുള്ള ആളുകളാണോ? പർദ്ദ ഇട്ടില്ലെങ്കിൽ അടിച്ച് കൊല്ലുന്ന അളവിലേക്ക് നിങ്ങളുടെ മക്കളും വരണോ? ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന അളവിൽ 9 വയസ്സിൽ നിങ്ങളുടെ മകളെ പിടിച്ച് 50ഉം 60ഉം വയസ്സുള്ള ഒരു വൃദ്ധന് കെട്ടിച്ചു കൊടുക്കുന്ന അളവിൽ നമ്മുടെ നാടും മാറണോ? വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾ ആരെങ്കിലും ഉണ്ണി ബാലകൃഷ്ണന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പ്രോഗ്രാം കാണാറുണ്ടോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ്. അതിനു മുൻപ് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സാമ്പത്തിക പിന്തുണകളുടെ, സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നടുവിന് ഒരു പണി കിട്ടി 2-3 ആഴ്ച കിടന്നതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരെ വരുമാനമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കിടപ്പായാലും എന്റെ വീഡിയോന് റിപ്പോർട്ട് അടിക്കുന്ന പരിപാടി തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോന് ഇപ്പോഴും റീച്ച് കുറവാണ്. തുടർച്ചയായി ഇനി വീഡിയോ ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ പിന്തുണ വേണം. അപ്പോൾ മറക്കാതിരിക്കുക. സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെയും, ഇനി അതല്ലാത്ത ആൾക്കാർ വീഡിയോ കണ്ടും ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഒക്കെ നിങ്ങളുടെ പിന്തുണ അറിയിച്ചാൽ മതി. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഉണ്ണി ബാലകൃഷ്ണന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല. എന്നാൽ ഇന്നലെ വളരെ വിചാരിതമായിട്ടൊരു ക്ലിപ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞാൽ ചാടി ഒരാളിങ്ങനെ ഫ്ലോറിൽ നിന്ന് സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ച് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള സംഗതി ആയതുകൊണ്ടാണ് ഞാനത് ഫോളോ ചെയ്യാത്തത്. അതൊരു വിമർശനമായിട്ടൊന്നും പറയുന്നല്ലോ കേട്ടോ, എന്റെ കുഴപ്പമാണ്. എനിക്ക് അങ്ങനത്തെ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കാണാത്തതാണ്. അദ്ദേഹത്തിന്റെ രീതി അതാണ്. അദ്ദേഹം ആ രീതി കൊണ്ട് തന്നെയാണ് പ്രശസ്തനായത്. ആളുകൾക്ക് അത് കാണാൻ ഇഷ്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞാൽ എന്റെ കുഴപ്പമാണ്. അങ്ങനെ ഞാൻ കാണാറില്ലായിരുന്നു. പക്ഷെ ഇത് എന്നെ പിടിച്ചിരുത്തിക്കളഞ്ഞു. അതിന്റെ തുടക്കത്തിലുള്ള കുറച്ച് വാചകങ്ങൾ ഞാൻ കേൾപ്പിച്ചിട്ട് അതിലേക്ക് വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇറാനെതിരെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന സൈനിക നീക്കത്തോട് ഇന്ത്യ ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടില്ല. കേട്ടോ, ഇന്ത്യ ഇറാന്റെ പക്ഷത്താണോ അതോ ഇസ്രായേലിന്റെ പക്ഷത്താണോ അതോ നിഷ്പക്ഷമായ ഒരു സമീപനമാണോ ഇന്ത്യയുടേത്? നമുക്കറിയില്ല. അയ്യോ, എന്താണ് ഉണ്ണി ബാലകൃഷ്ണൻ അത് അറിയാതെ പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും ഇതിനുള്ള ഉത്തരം. ഇന്ത്യ ഇറാന്റെ ഒപ്പമല്ല. ഇന്ത്യ നെതന്യാഹുവിനൊപ്പമാണ്. ഇന്ത്യ USA-ക്കൊപ്പമാണ്. ഇന്ത്യ നെതന്യാഹുവിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി തന്നെ ഒരു ട്വീറ്റ് ഇട്ടിരുന്നു. അത് FB-ലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം. Had a telephone call with PM Benjamin Netanyahu to discuss the current regional situation, conveyed India's concerns over recent developments and emphasized the safety of civilians as a priority. India reiterates the need of an early cessation of hostilities. കണ്ടല്ലോ, നെതന്യാഹുവിനോട് ഫോണിൽ സംസാരിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇസ്രായേലിനൊപ്പമാണെന്നാണ്. മോദി ഇസ്രായേൽ സന്ദർശനത്തിന് പോയിട്ട് തിരിച്ചു വന്നതിന്റെ പിറ്റേന്നാണ് ഈ യുദ്ധം സംഭവിക്കുന്നത് തന്നെ. അവര് പിരിയുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ ഇന്റർനെറ്റിൽ ഭയങ്കര വൈറലായിരുന്നു. അത്രയും ബന്ധമുള്ള മോദി ഇറാന്റെ ഒപ്പമാണോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒപ്പമാണോ അമേരിക്കയുടെ ഒപ്പമാണോ എന്ന് നമുക്കറിയില്ല എന്നാണ് ഈ മുതിർന്ന ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത്. അതെന്താണ് താങ്കൾക്ക് അറിയാത്തത്? മര്യാദയ്ക്ക് ന്യൂസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് അറിയേണ്ടതാണല്ലോ. മറ്റൊരു കാര്യം അറിയാമെന്ന് പറയുന്നുണ്ട്, അതൊന്ന് കേട്ട് നോക്കിയേ. നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഖമനേയി എന്ന് പറഞ്ഞാൽ ഒസാമ ബിൻ ലാഡനെ പോലെ ഒരു ഭീകരവാദിയൊന്നുമല്ല, ഒരു രാഷ്ട്രത്തിന്റെ നേതാവാണ്. ആ രാഷ്ട്രത്തിന്റെ നേതാവ് കൊല ചെയ്യപ്പെട്ടപ്പോൾ അതേക്കുറിച്ചൊരു അക്ഷരം പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ഇതുവരെ ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കേട്ടോ, ഒസാമ ബിൻ ലാദനെ പോലെ ഒരു ഭീകരനൊന്നുമല്ല ഖമനേയി. എന്നിട്ടും അയാൾ മരിച്ചിട്ട് ഒരു ആദരാഞ്ജലി പോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. പറയില്ല. ഒസാമ ബിൻ ലാദനെ പോലെ ഭീകരനല്ല അല്ലേ? പിന്നെ ആരാ, വിശുദ്ധനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിലെ ആൾക്കാരാണ് ഇറാനിലെ ഈ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച് കരയുന്നതെന്നൊരു വലിയ ട്രോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ചത്ത പോലാണ് ഇന്ത്യയിലെ ആൾക്കാർ കരയുന്നത്. നാണോ ആവുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയാമോ അവിടത്തെ ആൾക്കാര് ഇദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഒരു വീഡിയോ ഞാൻ കാണിക്കാം. We are celebrating the death of Ali Khamenei. Since I was little, all I heard was we hope that Ali Khamenei dies. He gets killed. I'm 20 years old now. 20 years I've been hearing this. Only Donald Trump has done this. He is the best. We have been waiting for this moment because Ali Khamenei is a terrorist. He is running a terrorist group.
I used to put sunglasses on my face to hide my face in interviews because I don't want to get killed when I visit Iran. But now I rest assured that Iran is now going to be free and that I don't have to cover my face anymore. I'm safe. God bless Donald Trump and God bless America for doing this, and Israel too. എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണ് ഇയാൾ മരിച്ചപ്പോൾ ഇവർ ഇത്രയും വൈകാരികമായിട്ട് അല്ലെങ്കിൽ ഇത്രയും സന്തോഷത്തോടെ പ്രതികരിക്കുന്നതെന്ന് അറിയാമോ? ഈ പറഞ്ഞതുപോലെ അയാൾ ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ ഒസാമ ബിൻ ലാദനെ പോലെ ഭീകരനൊന്നും ആയിരുന്നില്ല. അയാൾ ആരായിരുന്നു? അയാളുടെ തന്നെ ഒരു സ്പീച്ച് ഞാൻ കാണിച്ചു തരാം. یک قسم حیوان خلق کرده و اون زنها و خانمها هستن. اینا عین گاو و گوسفند هستن، حیوان هستن، ولکن و خدا خلقشون کرده برای استفاده مردها، فقط واسه که مردا وحشت نکنن این زنها را به شکل خود انسان خلق کرده. اگر نه اینها عین همون گاو و گوسفند و عین همون اسب و شتر و الاغ هستن. കണ്ടോ, സ്ത്രീകൾ എന്ന് പറയുന്നത് കഴുതകളെ പോലെ അല്ലെങ്കിൽ ഒട്ടകങ്ങളെ പോലെ ആടിനെ പോലെ പശുവിനെ പോലെ ആണിന് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു തന്നിരിക്കുന്ന ഒരു അനിമലാണ്, ഒരു മൃഗമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇയാൾ. ഇയാൾ മരിക്കുമ്പോൾ എന്ത് ആദരാഞ്ജലി അർപ്പിക്കണമെന്നാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുക എന്നതിലുപരി മറ്റൊന്നും ചെയ്യാനില്ല. 9 വയസ്സുള്ള കുഞ്ഞിനെ വിവാഹപ്രായം അല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കാം എന്നൊരു നിയമം കൊണ്ടുവന്ന ഇയാൾ മരിക്കുമ്പോൾ ആദരാഞ്ജലി അർപ്പിക്കാൻ മാത്രം തരം താഴ്ന്നിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ഒരു പ്രൈഡ് ഉണ്ട്. ഞങ്ങൾ സ്ത്രീകളോടൊപ്പം എന്നും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് BJP എന്ന പാർട്ടിയിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പങ്കാളിത്തമുള്ളത്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക സീറ്റ് ഇലക്ഷനെ സംവരണം ചെയ്യണമെന്ന് നിർബന്ധമുള്ളത്, അങ്ങനെ ഒരു നയം പിന്തുടരുന്നത് ആകെ BJP ആണ്. ഓരോ ഡ്രസ്സും, നമ്മൾ ധരിക്കുന്ന ഓരോ ഡ്രസ്സും മോഡേൺ വെയർ ഒന്നും അല്ല. ഇന്ത്യൻ വുമൺ എന്ന് പറഞ്ഞാൽ ഫാഷനിൽ നമ്പർ 1 ആണെന്ന് വിദേശത്ത് പോയും അഭിമാനത്തോടെ പറയുന്ന പ്രധാനമന്ത്രിയാണ് ഞങ്ങളുടേത്. അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് ഇത്തരം പീഡോഫീലിയക്കാരായ മനുഷ്യർ എവിടെങ്കിലും ബോംബ് വീണ് ചത്താൽ ആദരാഞ്ജലി പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇറാന് ഈ പറഞ്ഞ അടി കിട്ടിയപ്പോ ഇറാൻ പ്രാന്ത് പിടിച്ചതുപോലെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് അങ്ങോട്ട് മിസൈൽ അയക്കുവാണല്ലോ. അവരെ എല്ലാം വിളിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി, എല്ലാവരെയും വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ? മനഃപൂർവ്വം ഈ പറയുന്ന വ്യക്തിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാത്തതാണ്, അർഹിക്കാത്തതാണ്. അതുകൊണ്ടാണ് അർപ്പിക്കാത്തത്. പറഞ്ഞില്ലേ, അത്രയും തരം താഴ്ന്നിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് അഭിമാനമുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യന് 10,000-കണക്കിന് സ്ത്രീകളെ കൊന്ന, കുട്ടികളെ വരെ കന്യകകള് വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് മുമ്പ് കന്യകൾ അല്ലാതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റേപ്പ് ചെയ്യിപ്പിച്ച, അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച ഈ വ്യക്തിനെ ഇയാൾ മനുഷ്യനാണെന്ന് എവിടെയെങ്കിലും പറയാൻ കഴിയുമോ? എന്തിനാ ആദരാഞ്ജലി അർപ്പിക്കണം? ചത്തത് നന്നായി എന്ന് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് അദ്ദേഹം അത് പറയുന്നില്ല. നയം വ്യക്തമാണ്. ഉണ്ണി സാറേ, താങ്കൾക്ക് അത് മനസ്സിലാകാത്തതാണ്. നിങ്ങൾക്കറിയാമോ 50 വർഷം മുമ്പ്, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അധിനിവേശത്തിന് മുൻപ് വരെ എന്തായിരുന്നു ഇറാനെന്ന്? ഞാൻ ഒരു വീഡിയോ കാണിക്കാം. All the past and the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. സ്ത്രീകൾ ഇന്ന് അവിടെ ജീവിക്കുന്ന പോലെയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരുന്നത്? അവർക്ക് അവരുടെ ഇറാൻ തിരിച്ചു വേണ്ടേ? ഇറാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു വിദൂര എവിടെയോ കിടക്കുന്ന ഒരു രാജ്യം എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? പേർഷ്യ എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വരെ ജീവിതം കെട്ടിപ്പടുക്കാൻ എല്ലാ വ്യക്തികളും കെട്ടി പോയിരുന്നത് പേർഷ്യയിലായിരുന്നു. സമൃദ്ധിയുടെ നാടായിരുന്ന ആ പേർഷ്യയാണ് ഇസ്ലാമിക അധിനിവേശത്തിന് ശേഷം ഇന്ന് കാണുന്ന കറുപ്പ് മൂടിയ ഇറാനായി മാറിയത്. ഇത് നിങ്ങൾക്കും കൂടി ഒരു മുന്നറിയിപ്പാണ്. ഇന്ന് കേരളത്തിലെ ഇടതും വലതും മുസ്ലിം ലീഗിനും വെൽഫെയർ പാർട്ടിക്കും ഒക്കെ അവരുടെ എല്ലാ പ്രതാപങ്ങളും പണയം വെച്ച്
വോട്ടിന് വേണ്ടി അവരുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിനാണോ? നാളെ നിങ്ങളെ ഭരിക്കേണ്ടത് ഈ പറയുന്ന പോലുള്ള ആളുകളാണോ? പർദ്ദ ഇട്ടില്ലെങ്കിൽ അടിച്ച് കൊല്ലുന്ന അളവിലേക്ക് നിങ്ങളുടെ മക്കളും വരണോ? ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന അളവിൽ 9 വയസ്സിൽ നിങ്ങളുടെ മകളെ പിടിച്ച് 50ഉം 60ഉം വയസ്സുള്ള ഒരു വൃദ്ധന് കെട്ടിച്ചു കൊടുക്കുന്ന അളവിൽ നമ്മുടെ നാടും മാറണോ? വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ ഒരൊറ്റ വോട്ടിലാണ് നമ്മുടെ നാളത്തെ തലമുറയുടെ ഭാവി ഇരിക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.